അൽഹംദുലില്ലാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ് അൽഹംദുലില്ലാഹി ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ യാ റബ്ബനാ ലക്കൽ ഹംദു കമാ യൻബഗി ലിജലാലി വജ്ഹിക വഅളീമി സുൽത്താനിക اللهم صل وسلم وبارك على نبينا وحبيبنا وسيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹമുള്ള സഹോദരങ്ങളെ, അർഹമുറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും നമ്മൾ ചെയ്തു പോയിട്ടുള്ള എല്ലാ പാപങ്ങളും, നമ്മൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള, രഹസ്യമായും പരസ്യമായും ചെയ്തു പോയിട്ടുള്ള, ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ പാപങ്ങളും തിന്മകളും അർഹമുറാഹിമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ മഹത്തായ ഫളല് കൊണ്ട് നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാവട്ടെ. ആമീൻ. പ്രിയമുള്ളവരെ, അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് നമ്മുടെ ഓരോ നിമിഷവും ഓരോ സെക്കൻഡുകളും നമ്മൾ നന്നാക്കി തീർക്കണം എന്ന് എല്ലാവരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ ദുആയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി അദബുകൾ, മര്യാദകൾ, സുന്നത്തുകൾ നമ്മൾ പറയുകയുണ്ടായി. നിങ്ങൾ ഓർക്കുന്നുണ്ടാകും, ദുആ ചെയ്യുമ്പോൾ ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ട് ആരംഭിക്കണം. അതുപോലെ എങ്ങനെയാണ് ഹംദ് സ്വലാത്തും ഒക്കെ നിർവഹിക്കുക എന്ന് നമ്മൾ പറഞ്ഞു. അതോടൊപ്പം തന്നെ കൈകൾ ഉയർത്തണമെന്ന് പറഞ്ഞു. കൈപ്പടങ്ങൾ, മനുഷ്യൻ്റെ കൈപ്പടങ്ങൾ കൊണ്ട് ദുആ ചെയ്യണം എന്നുള്ള വചനം അതടക്കം നമ്മൾ പറയണ്ടായി. ഒരുപാട് കാര്യങ്ങൾ പറയുകയുണ്ടായി. പ്രാർത്ഥന, ദുആ നമ്മൾ ചെയ്യുമ്പോൾ അത് അവസാനിപ്പിക്കേണ്ടതും ഹംദും സ്വലാത്തും ചൊല്ലിക്കൊണ്ടായിരിക്കണം എന്നുള്ളതും നമുക്ക് ഹദീസുകളിലൊക്കെ കാണാൻ വേണ്ടി പറ്റും. ഇതൊക്കെ നമ്മളെ പ്രാർത്ഥനകൾ അള്ളാഹു കബൂൽ ചെയ്യാൻ വേണ്ടി, നമ്മുടെ ദുആകൾക്ക് അള്ളാഹു ഉത്തരം ചെയ്യാൻ വേണ്ടിയുള്ള ഒരുപാട് പ്രത്യേകമായിട്ടുള്ള അദബുകളാണ്. ഒരുപാട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ഓർമ്മപ്പെടുത്തുണ്ടായി. ഇത് നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉൾപ്പെടുത്തണം. പ്രാർത്ഥിക്കുമ്പോൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇപ്പോൾ അള്ളാഹുവിൻ്റെ നാമങ്ങൾ, അള്ളാഹുവിൻ്റെ അസ്മാ ഉൽ ഹുസ്ന, അതൊക്കെ എടുത്ത് പറഞ്ഞുകൊണ്ട് നമ്മൾ പ്രാർത്ഥിക്കണമെന്ന് പറയണ്ടായി. വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ പോലും അങ്ങനെയാണ് പലതും എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തണ്ടായി. ശരി, ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, പ്രിയമുള്ളവരെ, വിശുദ്ധ ഖുർആൻ നമ്മുടെ മുമ്പിൽ അമ്പിയാക്കളുടെയും മുർസലീങ്ങളുടെയും ഒക്കെ, അതുപോലെ സത്യവിശ്വാസികളുടെയും ഒക്കെ ദുആകൾ നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. നമ്മൾ എന്ത് ചെയ്യണം? ഈ ദുആകൾ പഠിക്കണം. അത് നമ്മൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ദുആ ചെയ്യണം. നമ്മൾ ഒട്ടനവധി അമ്പിയാക്കളുടെ ദുആകൾ വിശുദ്ധ ഖുർആനിൽ കാണാൻ വേണ്ടി പറ്റും. മഹാനായ ആദം നബി അലൈഹിസ്സലാമിൻ്റെ ദുആയുണ്ട്, നൂഹ് നബി അലൈഹിസ്സലാം, അതുപോലെ ഒരുപാട് നബിമാർ. നമ്മുടെ ഉമ്മയും ഉപ്പയും എന്ന് നമുക്ക് പറയാൻ
അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ നമ്മുടെ ഉമ്മ മാതാവ് ഹവ്വ, ഇവരുടെയൊക്കെ പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലുണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ ദുആകൾ നമ്മൾ എന്ത് ചെയ്യണം? ബൈഹാർട്ടാക്കണം, നമ്മൾ മനഃപ്പാടമാക്കണം. എന്തുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ നമ്മൾ മനഃപ്പാടമാക്കണമെന്നും നമ്മുടെ പ്രാർത്ഥനകളിൽ അത് ഉൾപ്പെടുത്തണമെന്നും പറയാനുള്ള കാരണമെന്നോ, നമ്മൾ എന്തായിരുന്നാലും നമ്മൾ ദുആ ചെയ്യണം. ദുആ ചെയ്യാത്തവനെ അല്ലാഹു തആല പരിഗണിക്കുകയില്ല. ദുആ ചെയ്യാത്തവനെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ പോയിട്ടോ അല്ലെങ്കിൽ ശവകുടീരങ്ങളിൽ പോയിട്ടോ അല്ല, മറിച്ച് ഏകനായ ജല്ല ജലാലായ റബ്ബിനോട് മാത്രം ദുആ ചെയ്യുക. അങ്ങനെ ദുആ ചെയ്യുന്നവരെ അല്ലാഹു തആല പരിഗണിക്കുള്ളൂ. നമ്മളെല്ലാവരും ദുആ ചെയ്യണം. അങ്ങനെ ദുആ ചെയ്യുമ്പോൾ പ്രിയമുള്ളവരെ, നമ്മൾ വിശുദ്ധ ഖുർആനിലെ ദുആകൾക്ക് പ്രാധാന്യം കൊടുക്കണം. പിന്നെ അത് കഴിഞ്ഞാലോ, മഹാനായ അഷ്റഫുൽ ഖൽഖ് ത്വഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആകളും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. മഹാനായ ഇമാം ഖുർത്തുബി, അദ്ദേഹം വിശുദ്ധ ഖുർആനിൻ്റെ മുഫസ്സിറാണ്. ഇമാം ഖുർത്തുബി എന്ന് പറഞ്ഞാൽ ഖുർആനിൻ്റെ വിശദീകരണം എഴുതിയിട്ടുള്ള സർവ മുസ്ലിങ്ങളും അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന മഹാനായിട്ടുള്ളൊരു പണ്ഡിതനാണ്, മുഫസ്സിറാണ്. അദ്ദേഹത്തിൻ്റെ തഫ്സീറിൻ്റെ പേര് അൽ ജാമിഅ ലി അഹ്കാമിൽ ഖുർആൻ എന്നുള്ളതാണ്. അദ്ദേഹം വിശുദ്ധ ഖുർആനിൻ്റെ തഫ്സീർ എഴുതിയപ്പോൾ ഒരു കാര്യം അദ്ദേഹം പറയുകയുണ്ടായി. ഫഅലൽ ഇൻസാൻ, മനുഷ്യൻ്റെ മേൽ നിർബന്ധമാണ്. ഫഅലൽ ഇൻസാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം മനുഷ്യൻ്റെ മേൽ കടമയാണെന്നർത്ഥം. മനസ്സിലാവും? മനുഷ്യൻ്റെ മേൽ കടമയാണ്, ബാധ്യതയാണെന്നർത്ഥം. അൻ യസ്തഅമില മാ ഫീ കിതാബില്ലാഹ് വസഹീഹി സുന്ന മിനദ് ദുആ. കണ്ടോ, അദ്ദേഹം പറയുന്നത് എന്താ? അള്ളാഹുവിൻ്റെ കിതാബിലെയും മഹാനായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്ഥിരപ്പെട്ട സഹിഹായിട്ടുള്ള സുന്നത്തിലെയും ദുആ ചെയ്യൽ മനുഷ്യരുടെ കടമയാകുന്നു. അപ്പോൾ ഖുർആനിലെയും സ്വഹീഹായിട്ടുള്ള ഹദീസുകളിലും വന്നിട്ടുള്ള ദുആ ചെയ്യൽ എൻ്റെയും നിങ്ങളുടെയൊക്കെ ബാധ്യതയാണ്. വയദഉമാസിവാഹു, മറ്റുള്ള ദുആകൾ മറ്റുള്ള ആളുകളുടെയും അതുപോലെ തന്നെ മഹാന്മാരുടെയൊക്കെ ദുആകൾ നമ്മൾ ഒഴിവാക്കിയാലും അതൊന്നൊരു പ്രശ്നമല്ല. നമ്മൾ എന്ത് ചെയ്യണം? അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആകൾ, വിശുദ്ധ ഖുർആനിലെ ദുആകൾ, അത് നമ്മൾ പാഴാക്കാൻ പാടില്ല, അത് ഒഴിവാക്കാൻ പാടില്ല. അത് കഴിഞ്ഞാലോ, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദുആകളും നമ്മുടെ ദുആകളിൽ ഉൾപ്പെടുത്തണം എന്നാണ് മഹാനവറുകൾ രേഖപ്പെടുത്തുന്നത്. എന്നിട്ട് അദ്ദേഹം പറയാ, വലാ യഖൂലു അഖ്താറു കദ, ഒരാൾ പറയാണ് ഞാനിതാ ഇന്ന ദുആ തിരഞ്ഞെടുത്തിട്ടുണ്ട്, അയാൾ സ്വയം ഉണ്ടാക്കിയതോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു കൊടുത്തോ, അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. ഫഇന്നല്ലാഹ തആല, തീർച്ചയായും ഉന്നതനായ അല്ലാഹു തആല ഖദ് ഇഖ്താറ ലിനബിയിഹി വഔലിയാഇഹി, അല്ലാഹു തആല അവൻ്റെ അമ്പിയാക്കൾക്കും അവൻ്റെ ഔലിയാക്കൾക്കും തെരഞ്ഞെടുത്തതാണ് ഏത് പ്രാർത്ഥനകൾ? വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ, വിശുദ്ധ ഖുർആനിലെ ദുആകൾ. അത് അള്ളാഹു അമ്പിയാക്കൾക്കും അവൻ്റെ ഔലിയാക്കൾക്കും തിരഞ്ഞെടുത്തതാണ്. അപ്പം അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്, മറ്റുള്ളതല്ല എന്നർത്ഥം. എന്നിട്ട് പറയാ, വഅല്ലമഹും കൈഫ യദ്ഊൻ, അള്ളാഹു തന്നെ അമ്പിയാക്കളെയും മുർസലീങ്ങളെയും പഠിപ്പിച്ചു എങ്ങനെ ദുആ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇതാണ്. നമ്മളൊക്കെ 5 നേരം ദുആ ചെയ്യുന്നവരല്ലേ? ഉറങ്ങാൻ പോകുമ്പോൾ ദുആ ചെയ്യുന്നവരല്ലേ? വാഹനത്തിൽ യാത്ര പോകുമ്പോൾ ദുആ ചെയ്യുന്നവരല്ലേ? പലപ്പോഴും നമ്മൾ പ്രാർത്ഥിക്കുന്നവരാണ്. ഖുർആൻ ഓതിക്കഴിഞ്ഞാൽ നമ്മൾ ദുആ ചെയ്യണം. ഖുർആൻ ഓതിക്കഴിയുമ്പോഴേ ദുആ ചെയ്താൽ അതിന് സ്വീകാര്യത ഉണ്ട് എന്നുള്ളതാണ് പറയപ്പെടുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? അങ്ങനെ ദുആ ചെയ്യുന്ന വേളയിൽ അള്ളാഹുവിൻ്റെ കിതാബായ വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനകൾ നമ്മൾ പ്രാർത്ഥിച്ച് ശീലമാകുക. ഞാൻ സൂചിപ്പിച്ചല്ലോ, അബുൽ ബഷർ ആദം അലൈഹിസ്സലാത്തു വസ്സലാം, അതുപോലെ തന്നെ നമ്മുടെ ഉമ്മ മാതാവ് ഹവ്വ, അവരുടെയൊക്കെ പ്രാർത്ഥനകൾ വിശുദ്ധ ഖുർആനിൽ വന്നല്ലോ. സൂറത്തുൽ അറാഫിൽ അവരെന്താ പ്രാർത്ഥിച്ചത്? റബ്ബനാ വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ വലംനാ അൻഫുസനാ, റബ്ബനാ വലംനാ അൻഫുസനാ. അവർ രണ്ടുപേരും പ്രാർത്ഥിക്കുക, ഞങ്ങളുടെ റബ്ബേ, ഞങ്ങളുടെ രക്ഷിതാവേ,
കണ്ടോ, അള്ളാഹിനോടാണ് ദുആ ചെയ്യുന്നത്. എന്താ പറയുക, ഒന്നാമത്തെ നബിയാണ്, എല്ലാ മനുഷ്യരുടെയും ഉമ്മയും ബാപ്പയുമാണ്. എന്നിട്ട് പറയാൻ റബ്ബനാ ലലംനാ അൻഫുസനാ, ഞങ്ങളുടെ നെഫ്സുകളോട് അക്രമം ചെയ്തു പോയിരിക്കുന്നു, ഞങ്ങളെ നെഫ്സുകളോട് ഞങ്ങൾ ളുൽമ് ചെയ്തിരിക്കുന്നു. വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ, ഞങ്ങളോട് നീ പുറത്തു തന്നില്ല എങ്കിൽ, ഞങ്ങളോട് നീ കരുണ കാട്ടിയില്ല എങ്കിൽ, ലനകൂനന്ന മിനൽ ഖാസിരീൻ, തീർച്ചയായും ഞങ്ങൾ നഷ്ടക്കാരിൽ പെട്ടുപോകും. അവർ ദുആ ചെയ്യുക. ഇത് ഖുർആനിൽ വന്ന ദുആയാണ്. പ്രിയമുള്ളവരെ, ഇതെപ്പോഴാണെന്നറിയങ്ങൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, ചെറുപ്പത്തിൽ കഥ കേട്ടത്. സ്വർഗത്തിലായിരുന്നല്ലോ ആദം നബിയും ഹവ്വാ ഉമ്മയൊക്കെ. അവരെ അവിടെ സന്തോഷമായിട്ട് കഴിയുമ്പോഴാണ് പിശാച്ച് വന്നിട്ട് ആ വൃക്ഷത്തിലെ ഒരു പഴം അത് കഴിച്ചോളൂ, എന്നാൽ നിങ്ങൾക്ക് സുഖസമൃദ്ധമായി സന്തോഷമായിട്ട് ഐശ്വര്യമായിട്ട് ഇവിടെ കഴിയാം, എന്നെന്നും കഴിയാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അള്ളാഹു അത് വിലക്കിയതായിരുന്നു. എന്തും ഭക്ഷിക്കാം, എന്തും കഴിക്കാം, ജീവിക്കാം, പക്ഷേ ആ ഒരൊറ്റ വൃക്ഷം, ഒരു മരം, അതിലെ പഴം ഭക്ഷിക്കാൻ പാടില്ല എന്നായിരുന്നു അവരോട് പറഞ്ഞത്. പക്ഷേ അവരെന്ത് ചെയ്തു? പിശാച്ച് പറഞ്ഞു, അവർ ഭക്ഷിച്ചു. പിശാച്ച് വഴിപിഴപ്പിക്കും. പിശാച്ച് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ദുർമന്ത്രണം, ദുർബോധനം നടത്തും. എന്നിട്ടോ പ്രിയമുള്ളവരെ, അങ്ങനെ അത് കഴിച്ചപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ പുറത്താക്കി, സ്വർഗത്തിൽ നിന്നും പുറത്താക്കി. മനസ്സിലാവും. എന്നിട്ട് എന്താ പറയുന്നത്? ആ സന്ദർഭത്തിൽ അവർക്ക് അവരുടെ തെറ്റ് ബോധ്യപ്പെട്ടത്. ആ തെറ്റ് പുറത്തു കിട്ടാനാണ് അവർ ദുആ ചെയ്യുന്നത്. അത് പിന്നെ അല്ലാഹു തആല സ്വീകരിച്ചു എന്ന് പറയുന്നുണ്ട്, വിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട്. അല്ലാഹു തആല അവരുടെ ആ തൗബ സ്വീകരിച്ചു, അവരുടെ പ്രാർത്ഥന സ്വീകരിച്ചു, അവരുടെ പശ്ചാത്താപം സ്വീകരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറയിൽ പറയുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ നമുക്ക് വശമുണ്ടാകണം, നമുക്ക് മനപ്പാടുണ്ടാകണം. മനസ്സിലായല്ലോ? ഖുർആനിലെ അള്ളാഹിൻ്റെ കിതാബിലെ ദുആകൾ എനിക്കും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ബൈഹാർട്ട് ഉണ്ടാകണം, മനപ്പാടുണ്ടാക്കണം. റബ്ബനാ വലംനാ അൻഫുസനാ വ ഇല്ലം തഗ്ഫിർ ലനാ വ തർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. അങ്ങനെയുള്ള പ്രാർത്ഥന നിങ്ങൾ നോക്കൂ പ്രിയമുള്ളവരെ. പിന്നെ മഹാനായിട്ടുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ ഖലീൽ എന്ന് വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ള ഒരാളാണ്. ഖലീൽ എന്ന് പറഞ്ഞാൽ ആത്മമിത്രം. അള്ളാഹിനെക്കുറിച്ച് നമുക്കറിയാം, അള്ളാഹു അഹദാണ്, അള്ളാഹു സമദാൻ. അള്ളാഹുവിന് എന്തില്ല? ഇണയില്ല, തുണയില്ല, മക്കളില്ല, സന്തതികളില്ല, മാതാവില്ല, പിതാവില്ല. അള്ളാഹു സർവശക്തനാണ്, എല്ലാവരിൽ നിന്ന് വ്യത്യസ്തനാണ്. വലം യകുല്ലഹു കുഫുവൻ അഹദ്, അള്ളാഹുവിനെ പോലെ തുല്യനായിട്ട് ആരുമില്ല. അള്ളാഹുവിന് ഉദാഹരണങ്ങൾ ഉദാഹരിക്കാൻ പാടില്ല. നമ്മൾ സാധാരണ ഒരാളെ കണ്ടാൽ പറയാം, ഓൻ സിംഹത്തെ പോലെയാണെന്ന് പറയാറുണ്ട്, അല്ലേ? എന്താണ് അയാളുടെ ആ ഗർജനം, അയാളുടെ പിന്നെ ഒരുതരം സ്വഭാവം കൊണ്ടാണ് അയാൾ സിംഹത്തെ പോലെയാണ് പറയുന്നത്. എന്നാൽ അള്ളാഹുവിന് അങ്ങനെ ഉദാഹരണം പാടില്ല. ഫലാ തദ്രിബൂ ലില്ലാഹിൽ അംസാൽ, നിങ്ങൾ അള്ളാഹുവിന് ഉദാഹരണങ്ങൾ പറയരുത്, ശുദ്ധ ഖുർആൻ പറഞ്ഞ. അപ്പം അങ്ങനെയുള്ള അള്ളാഹു സുബ്ഹാനഹു വ തആല, ആ റബ്ബ്, പ്രിയമുള്ളവരെ, ആ റബ്ബ് ആരെ ഖലീലായി സ്വീകരിച്ചു? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഖലീലായി സ്വീകരിച്ചു. ഇണയില്ലാത്ത, തുണയില്ലാത്ത, സന്തതികളില്ലാത്ത, സ്വയം സമതെന്ന് പറഞ്ഞാലേ ആരുടെയും ആശ്രയമില്ലാതെ കഴിയാൻ സർവശക്തിയുള്ള ഒന്നാണ് ആര്? സ്വമദ്, അള്ളാഹു സ്വമദ് എന്ന് പറയുന്ന ആ റബ്ബ്. എന്നാൽ ഖലീലായി ആരെ സ്വീകരിച്ചു? ഇബ്രാഹിം നബിയെ സ്വീകരിച്ചു. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അദ്ദേഹത്തിന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട്, മഹത്വങ്ങളുണ്ട്. അബുൽ അംബിയ എന്നാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നത്, അംബിയാക്കളുടെ പിതാവ് എന്ന്. എന്താ അങ്ങനെ പറയാൻ കാരണം? അംബിയാക്കളുടെ വാപ്പ, അംബിയാക്കളുടെ പിതാവ് എന്ന് പറയാനുള്ള കാരണം എന്താ? മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്കളുടെ പേരെന്താ? പറയൂ. ഇസ്മായിൽ, ഇസ്ഹാഖ് അലൈഹിസ്സലാം, അല്ലേ? കാബ പണിതൊക്കെ ആരാണ്? കാബ പടുത്തുയർത്തിയതാരാ? ഇബ്രാഹിം നബിയും ഇസ്മായിൽ നബി അലൈഹി. അപ്പോൾ ഈ ഇബ്രാഹിം നബി അലൈഹി സ്വലാമും ഇസ്മായിൽ നബി അലൈഹി സ്വലാമും മറ്റൊരു മകനാണ് ആര്? ഇസ്ഹാഖ്. ഇസ്ഹാഖ് അദ്ദേഹം നബിയായിരുന്നു അലൈഹിസ്സലാത്തു വസ്സലാം. ഇസ്ഹാഖിൻ്റെ പുത്രനാണ് ആര്? യാക്കൂബ് നബി അലൈഹി സ്വലാം.
യാക്കൂബിൻ്റെ മകനാണ് ആര്? യൂസുഫ് നബി അലൈഹിസ്സലാം. ഇങ്ങനെ കണ്ടോ കുറേ നബിമാരുടെ വാപ്പ ആരാണ്? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. മുഹമ്മദ് നബിയും പറയുന്നുണ്ട്, പിന്നെ എൻ്റെ പിതാവ് എന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നുണ്ട്. കാരണം എന്താ പറയുന്നത്, ഈ മക്കയിൽ ആരും ഉണ്ടായിരുന്നില്ലല്ലോ, മക്കത്ത് ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ ഈ മരുഭൂമിയിലൊക്കെ പോയാലേ ഒന്നും കാണാത്ത വെറും കടൽ പോലെ മരുഭൂമി, അതുപോലെ ഒരു മണൽ കാടായിരുന്നത് മക്ക. ഒന്നും ഉണ്ടായിരുന്നില്ല. അവിടേക്ക് ആര് കൊണ്ടുവന്നു? അല്ലാഹു തആല ഹാജറിനെയും അതുപോലെ തന്നെ ഇസ്മായിൽ എന്ന് പറയുന്ന ചെറിയ പിഞ്ചോമന കുട്ടിയെയും കൊണ്ടുവന്നു അല്ലേ? ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ അദ്ദേഹത്തോട് പറഞ്ഞു അവരെ അവിടെ കൊണ്ടേക്കണം പറഞ്ഞു. അങ്ങനെയാണല്ലോ പിന്നീട് അവിടെ എന്ത് ചെയ്യുന്നത്, സംസം ഉണ്ടാകുന്നതും അവിടെ ജനങ്ങൾ ഉണ്ടാകുന്നതും ഒക്കെ ഉണ്ടാകുന്നത്. ആ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ അദ്ദേഹം മക്കത്താണ് കുട്ടിയാകുമ്പോൾ. അങ്ങനെ ജനിച്ച് വളർന്ന അദ്ദേഹത്തിൻ്റെ മക്കൾ ആയി വന്ന് ആ പരമ്പരയിൽ നിന്നാണ് ആര് ജന്മം കൊള്ളുന്നത്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സത്യത്തിൽ ആരിലേക്കാണ് നബിയുടെ ആ പിതൃ പരമ്പര എത്തുന്നത്? ഇബ്രാഹിം നബിയിലേക്ക്. അതുകൊണ്ടാണ് എൻ്റെ പിതാവ് എന്നാര് പറഞ്ഞത്? മുഹമ്മദ് നബി ഇബ്രാഹിം നബിയെക്കുറിച്ച് പറഞ്ഞത്. എന്താ പറഞ്ഞത്? അന ദഅവതു അബി ഇബ്രാഹിം, ഞാൻ എൻ്റെ പിതാവായി ഇബ്രാഹിം നബി അലൈഹി സ്വലാമിൻ്റെ ദുആക്കുള്ള ഉത്തരമായി ജനിക്കപ്പെട്ടതാണ്. അല്ലെങ്കിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം പ്രാർത്ഥിച്ചിട്ടുണ്ട്, അള്ളാഹുവേ മക്കത്ത് നീ എന്ത് ചെയ്യണം, മക്കത്ത് അവരിൽ നിന്നൊരു നബിയെ നിയോഗിക്കണമെന്ന് ഇബ്രാഹിം നബി പ്രാർത്ഥിച്ചിട്ടുണ്ട്. അങ്ങനെ ആ പ്രാർത്ഥനയുടെ ഫലമാണ് അവിടെ മുഹമ്മദ് നബിയെ നിയോഗിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് പറയുന്നത്, പ്രിയമുള്ളവരെ ഞാൻ പറയുന്നത് ശ്രദ്ധിക്കുക. അങ്ങനെയുള്ള ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരുപാട് ദുആ ചെയ്യുന്നുണ്ട്. ഖുർആനിൽ അദ്ദേഹത്തിൻ്റെ ചില പ്രാർത്ഥനകളുണ്ട്, നമ്മളൊക്കെ മനപ്പാടാക്കേണ്ടതാ. നമ്മളെപ്പൊക്കെ അധ്വാനിക്കണം എന്തിനാ? കുറേ സമ്പത്തുണ്ടാക്കണം, മക്കളെ നോക്കണം അല്ലേ? പക്ഷേ അദ്ദേഹം പറയാണ്, ഇങ്ങനെയൊക്കെ സ്ഥാനമാനങ്ങളുള്ള ഒരുപാട് ദർജകളുള്ള അബുൽ അംബിയ എന്ന് ഇസ്ലാമിക ചരിത്രം വിശേഷിപ്പിച്ചിട്ടുള്ള അല്ലാഹു തആല ഖലീലായി സ്വീകരിച്ച ആ മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രാർത്ഥന സൂറത്തു ഷുഅറായിൽ പറയുന്നുണ്ട്. എന്താ പറയുന്നത് അറിയാങ്ങൾ? വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അതല്ലാഹ ബിഖൽബിൻ സലീം. അദ്ദേഹം പറയാണ്, പ്രാർത്ഥിക്കുക, അള്ളാഹിനോട് പ്രാർത്ഥിക്കുക, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, റബ്ബേ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുന്ന മഹ്ശറയിൽ വെച്ചിട്ട് റബ്ബേ എന്നെ നീ അപമാനപ്പെടുത്തല്ലേ. ജീവിതത്തിൽ വന്നു പോയിട്ടുള്ള തെറ്റുകൾ, കുറ്റങ്ങൾ അതൊക്കെ പരസ്യമാക്കി അവിടെ വിചാരണ ചെയ്യുന്നതാണല്ലോ. നമ്മുടെ എല്ലാ കാര്യങ്ങളും മലക്കുകൾ എഴുതുന്നുണ്ടാ, അതൊക്കെ വിചാരണ ചെയ്യും. അങ്ങനെ വിചാരണ ചെയ്യുമ്പോൾ നമ്മുടെ തെറ്റുകൾ, രഹസ്യങ്ങൾ ഒക്കെ ജനങ്ങൾ കാണുമ്പോൾ അപമാനിതനാകും, വഷളാക്കപ്പെടും. അതാണ് പറയുന്നത്, വലാ തുഖ്സിനി യൗമ യുബഅസൂൻ, റബ്ബേ ജനങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കുന്ന നാളിൽ എന്നെ നീ അപമാനപ്പെടുത്തല്ലേ. ഈ പ്രാർത്ഥനയൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് പറയാണ്, യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ, സമ്പത്തും സന്തതികളും മക്കളും സമ്പത്തും അതൊന്നും ഉപകാരപ്പെടാത്ത ദിവസം ജനങ്ങളെ ഒരുമിച്ച് കൂട്ടുമ്പോൾ എന്നെ നീ അപമാനപ്പെടുത്തല്ലേ. അവിടെ നല്ല ഈമാനോടുകൂടെ ഇല്ലാമൻ അതല്ലാഹ ബിഖൽബിൻ സലീം, സലീമായ നല്ല ഹൃദയത്തോടുകൂടെ അള്ളാൻ്റെ അടുത്ത് എത്തപ്പെട്ടവൻ, അവന് മാത്രം അവിടെ വിജയം, അല്ലാത്ത ആളുകൾക്കൊക്കെ പരാജയമാണ്. ആ ലോകത്ത് എന്നെ നീ അപമാനപ്പെടുത്തല്ലേ എന്നാ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്നത്. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ എത്ര പ്രാർത്ഥിക്കണം. നമ്മുടെയൊക്കെ രഹസ്യങ്ങൾ വെളിവാക്കുകയാണെങ്കിൽ ചില ആളുകൾ കണ്ടോ, പോലീസൊക്കെ അറസ്റ്റ് ചെയ്ത് എന്ത് ചെയ്യും, അവർ കറുത്ത തുണി മുഖം മൂടൂലേ. പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആളുകൾ മുഖം കാണാതിരിക്കാൻ വേണ്ടിയിട്ട് കറുത്ത തുണി കൊണ്ട് മൂടും. അപ്പം നമ്മുടെയൊക്കെ രഹസ്യങ്ങളൊക്കെ വെളിവാക്കുകയാണെങ്കിൽ എന്തിനു കൊള്ളും? നമ്മളൊക്കെ എത്ര കറുത്ത തുണി മൂടേണ്ടി വരും. അപ്പോൾ നമ്മളെന്ത് ചെയ്യുക, നമ്മളൊരു രഹസ്യങ്ങൾ, നമ്മുടെ തെറ്റുകൾ അത് റബ്ബ്
മറച്ചു വെക്കാൻ പുറത്തു തരാൻ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വലാ തുഖ്സിനി യൗമ യുബഅസൂൻ യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ. അതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രാർത്ഥന നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മളൊക്കെ 5 നേരത്തെ നിസ്കാരം, പ്രിയമുള്ളവരെ, നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അതെന്തായാലും നമ്മൾ വീഴ്ച കൂടാതെ ശ്രദ്ധയോടുകൂടെ അടക്കത്തോടുകൂടെ ഒതുക്കത്തോടുകൂടെ നമ്മൾ നിർവഹിക്കേണ്ടതാ. എന്ത്? 5 നേരത്തെ നിസ്കാരം. 5 നേരത്തെ നിസ്കാരം നമ്മൾ തെറ്റിക്കാണെങ്കിൽ പിന്നെ നമ്മൾ എന്തിനെ കൊള്ളുക? നിങ്ങൾ ആലോചിച്ച് നോക്കി. നന്നില്ലാത്ത മനുഷ്യനായിട്ടാണ് റബ്ബ് നമ്മളെ കണക്കൂട്ടുക. അപ്പോൾ 5 വഖത്ത് നമ്മൾ എന്ത് ചെയ്യണം? നിസ്കരിക്കണം. അതിൽ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല? പോരായ്മകൾ ഉണ്ടായിക്കൂടാ. അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കാണ്, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. റബ്ബി ജഅൽനി മുഖീമസ്സലാ, റബ്ബേ എൻ്റെ നാഥ, എൻ്റെ രക്ഷിതാവേ, നിസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണമേ. എൻ്റെ അരുമ മക്കളെയും എൻ്റെ മക്കളെയും നമസ്കാരം കൃത്യമായി അനുഷ്ഠിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമേ റബ്ബേ. അള്ളാഹിനോട് ദുആ ചെയ്യാരെ? ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം. സൂറത്തു ഇബ്രാഹിം എന്ന് പറഞ്ഞിട്ടൊരു സൂറത്ത് ഖുർആനിലുണ്ട്. വിശുദ്ധ ഖുർആനിലെ 14-ാമത്തെ സൂറത്താണ്. ആ സൂറത്തിൻ്റെ മധ്യഭാഗത്ത് കാണാം, റബ്ബി ജഅൽനി മുഖീമസ്സലാ വമിൻ ദുർരിയതി റബ്ബനാ വതഖബ്ബൽ ദുആ. എൻ്റെ രക്ഷിതാവേ, എന്നെയും എൻ്റെ മക്കളെയും നമസ്കാരം കൃത്യമായി നിർവഹിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമേ. റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബേ ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണമേ. നമ്മൾ കുറേ ദുആ ചെയ്യുന്നുണ്ട്, അത് സ്വീകരിച്ചില്ലെങ്കിലോ? അപ്പം അതും സ്വീകരിക്കാൻ നമ്മൾ ദുആ ചെയ്യുക. റബ്ബനാ വതഖബ്ബൽ ദുആ, റബ്ബേ ഞങ്ങൾ ദുആ നീ സ്വീകരിക്കണമേ എന്ന്. പ്രിയമുള്ളവരെ, ഇങ്ങനെ വിശുദ്ധ ഖുർആൻ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പ്രാർത്ഥനകളും കാര്യങ്ങളും കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ പ്രാർത്ഥനകൾ നമ്മൾ നിർബന്ധമായിട്ട് പഠിക്കണം. അതിപ്പോൾ എത്ര പ്രായമാണെങ്കിലും ശരി, അത് പഠിക്കാൻ വലിയ പ്രയാസമില്ലെന്ന് നമുക്കറിയാവുന്നതാണ്. കേട്ട് നമ്മുടെ മനസ്സിലുണ്ടത്. അതെന്ത് ചെയ്യണം? ഒന്ന് പൊടി തട്ടി എടുക്കുക എന്ന് പറയാറുണ്ടല്ലോ, ഒന്ന് ശരിയാക്കി എടുക്കുക. ഈ പ്രാർത്ഥനകളൊക്കെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മറ്റൊരു പ്രാർത്ഥന ഉണ്ട് ഈ ആയത്തിൻ്റെ തൊട്ട് ശേഷം തന്നെ. അപ്പോൾ നമ്മൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥനയുടെ തൊട്ട് താഴെ തന്നെ, റബ്ബന ഗഫിർലി വലിവാലിദയ്യ വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാതി യൗമ യഖൂമുൽ ഹിസാബ്. അദ്ദേഹം പറയാണ്, റബ്ബന ഗഫിർലി വലിവാലിദയ്യ, റബ്ബേ ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ, ഞങ്ങളുടെ മാതാപിതാക്കൾക്കും നീ പുറത്തു തരേണമേ, വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും നീ പുറത്തു തരേണമേ. യൗമ യഖൂമുൽ ഹിസാബ്, വിചാരണ നിലവിൽ വരുന്ന ദിവസം. ഹിസാബിൻ്റെ ലോകത്ത് മനുഷ്യരുടെ ഓരോ നന്മകളും തിന്മകളും അല്ലാഹു തആല വിചാരണ ചെയ്യുന്ന ദിവസമുണ്ട്. മനുഷ്യന്മാർ പരസ്പരം ഓടിയകലുന്ന ദിവസം. മാതാവും പിതാവും ഭാര്യയും ഭർത്താവും അതുപോലെ മാതാപിതാക്കളും മക്കളും എല്ലാവരും പരസ്പരം ഓടിയകലുന്ന ദിവസം. അമ്പിയാക്കൾ പോലും നഫ്സി നഫ്സി എന്ന് പറയുന്ന ദിവസം. ആർക്കും രക്ഷപ്പെടുത്താൻ കഴിയാത്ത ദിവസം. അവിടെ വെച്ചിട്ട് പറയാണ്, ആ ദിവസം വിചാരണ ചെയ്യുമ്പോൾ റബ്ബേ ഞങ്ങൾക്കും ഞങ്ങളുടെ മാതാപിതാക്കൾക്കും പുറത്തു തരണേ, സകല സത്യവിശ്വാസികൾക്കും പുറത്തു തരണേ എന്ന്. ഇങ്ങനെ ഈ പ്രാർത്ഥനകളൊക്കെ നമ്മൾ പഠിക്കണം. നിങ്ങൾ നോക്കൂ, ഖുർആനിൽ മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള വേറെ ഒരു പ്രാർത്ഥന ഉണ്ട്. നമുക്കൊക്കെ അറിയാവുന്ന സൂറത്തുൽ ഇസ്രായിൽ പറയുന്നൊരു പ്രാർത്ഥന. അതെന്താണ്? റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ, റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. എൻ്റെ റബ്ബേ, എന്നോട് എൻ്റെ ഉമ്മയും ഉപ്പയും ചെറുപ്പത്തിൽ കരുണ കാണിച്ചിട്ടുള്ളത് പോലെ എന്നോട് ഒരുപാട് കൃപ അവർ കാണിച്ചിട്ടുണ്ട്. അതുപോലെ റബ്ബേ അവർക്ക് നീ കാരുണ്യം ചൊരിയണമേ. അത് വളരെ വിലപ്പെട്ടൊരു പ്രാർത്ഥനയാണ്. ഒരുപാട് അർത്ഥങ്ങളുള്ള പ്രാർത്ഥനയാണ്. നമ്മളിപ്പോൾ അതിൻ്റെ അർത്ഥം അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ്. പക്ഷേ
അതിന് വലിയ വിപുലമായ ആശയങ്ങളുണ്ട്, വിപുലമായ അർത്ഥ തലങ്ങളുണ്ട്. മക്കൾ തൻ്റെ മാതാപിതാക്കൾക്ക്, വാത്സല്യനിധികളായിട്ടുള്ള മാതാപിതാക്കൾക്ക് റബ്ബിൻ്റെ റഹ്മത്തുണ്ടാകാനുള്ള പ്രാർത്ഥന, അത് പ്രിയമുള്ളവരെ, അത് വലിയ മഹത്വമേറിയിട്ടുള്ളതാണ്, വമ്പിച്ച മഹത്വമുള്ള പ്രാർത്ഥനയാണ്. അതൊക്കെ നമ്മുടെ പ്രാർത്ഥനയിൽ ഇല്ല എങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ കൊള്ളുക? അപ്പം ഇങ്ങനെയുള്ള പ്രാർത്ഥനകൾ വേണം. അതാണ് സൂചിപ്പിക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ സൂറ ആലി ഇമ്രാനിൽ ഒരു പ്രാർത്ഥന ഉണ്ട്. ആ പ്രാർത്ഥന ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. വമാ കാന ഖൗലുഹും ഇല്ലാ അൻ ഖാലൂ റബ്ബനഗ്ഫിർ ലനാ ദുനൂബനാ വഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇത് ഒരു പ്രാർത്ഥന, വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനയാണ്. വമാ കാന ഖൗലുഹും, അവരുടെ പ്രാർത്ഥനയായിരുന്നില്ല, ഇല്ല അൻ ഖാലു, ഇങ്ങനെയല്ലാതെ. എന്താണത്? റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ, റബ്ബേ ഞങ്ങളുടെ രക്ഷിതാവേ, ഞങ്ങളുടെ പാപങ്ങൾ നീ പുറത്തു തരേണമേ. ദുനൂബന പറഞ്ഞ ഞങ്ങളുടെ പാപങ്ങൾ. വ ഇസ്റാഫനാ, ഞങ്ങൾ അമിതമായി ചെയ്തിട്ടുള്ളത്, പരിധി വിട്ട് ചെയ്തിട്ടുള്ളത്, ചെയ്യാൻ പാടില്ലാത്ത വലിയ ഗുരുതരമായ തെറ്റുകൾ, അതിനാണ് ഇസ്റാഫ് എന്ന് പറയുക. ഇവിടെ ഇസ്റാഫ് പറഞ്ഞ സാധാരണ അമിത വ്യയം എന്നൊക്കെയാണ് പറയാറുള്ളത്. പക്ഷേ ഇവിടെ അർത്ഥം എന്താണ്? ചെയ്യാൻ പാടില്ലാത്ത, പരിധി വിട്ട് ചെയ്യുന്ന തിന്മകൾ. അതാണ് മഹാനായ ഇമാം ഖുർത്തുബി തങ്ങൾ ഈ ആയത്തിൻ്റെ ഈ പ്രാർത്ഥനയുടെ അർത്ഥം പറയുന്ന സ്ഥലത്ത് പറയുന്നുണ്ട്, റബ്ബന ഗ്ഫിർ ലനാ, ഞങ്ങളുടെ രക്ഷിതാവേ ഞങ്ങൾക്ക് നീ പുറത്തു തരേണമേ. യാനി ദുനൂബന എന്ന് പറഞ്ഞ എന്താ അർത്ഥം? യാനി അസ്സഗായിർ, ചെറിയ പാപങ്ങൾ, ചെറിയ പാപങ്ങൾക്കാണ് ദുനൂബന എന്ന് പറയുക. വ ഇസ്റാഫന യാനി അൽ കബായിർ, വൻ പാപങ്ങൾ, വലിയ പാപങ്ങൾ. ആ വലിയ പാപങ്ങളും വലിയ പാപങ്ങളാണെന്ത്? ഇസ്റാഫന. എന്നിട്ട് അദ്ദേഹം പറയാ അൽ ഇസ്റാഫ്. ഇസ്റാഫ് എന്ന് പറഞ്ഞാൽ അൽ ഇഫ്രാത്തു ഫി ഷൈഇ വ മുജാവസത്തുൽ ഹദ്. ഹദ് പറഞ്ഞ പരിധി, മതിൽ. ഒരു വളപ്പിൻ്റെ മതിൽ എന്ന് പറഞ്ഞാൽ ആ ചുമര്, അത് കടന്നു കളയുക, പരിധി കളയുക, പരിധി വിട്ട് കളയുക. അങ്ങനെയുള്ള ഗുരുതരമായ തെറ്റുകൾ, അതിനാണ് ഇസ്റാഫ് എന്ന് പറയുക. അപ്പം റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്റാഫനാ ഫീ അംരിനാ, ഞങ്ങളുടെ എല്ലാ പാപങ്ങളും, ചെറുതും അതുപോലെ ഗുരുതരമായിട്ടുള്ള തെറ്റുകൾ, അതൊക്കെ ഗുരുതരമായ തെറ്റെന്ന് പറഞ്ഞാൽ സബഉൽ മുബിഖാത്ത് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു. അള്ളാഹുവിൽ പങ്കുചേർക്കൽ, അതുപോലെ തന്നെ പ്രിയമുള്ളവരെ പലിശയുമായി ബന്ധപ്പെടൽ, അനാഥയുടെ സ്വത്ത് ഭുജിക്കൽ, മനുഷ്യരെ കൊലപാതകങ്ങൾ നടത്തൽ. മനുഷ്യരെ കൊല്ലുക മറ്റുള്ളവരെ കൊല്ലുക മാത്രമല്ല, ആത്മഹത്യ, അതൊക്കെ ഗുരുതരമായ പാപങ്ങളാണ്. 7 പാപങ്ങളുണ്ട് കൈയുണ്ടായി. വേറെ ഹദീസിൽ വേറെയും വന്നിട്ടുണ്ട്. വേറെ ഹദീസിൽ വന്ന ഒന്നെന്താ അറിയോ? ഉഖൂഖുൽ വാലിദൈൻ, മാതാപിതാക്കളെ ആക്ഷേപിക്കുക, അത് വമ്പിച്ച പാപാണെന്നാണ് പറയുന്നത്. മാതാപിതാക്കളെ ആക്ഷേപിക്കുക എന്നുള്ളത് ഗുരുതരമായ മിനൽ കബായിർ എന്ന ഹദീസിൽ വന്നതാണത്, നബിയുടെ വചനങ്ങളിൽ വന്നതാണ് എന്ന് പറഞ്ഞാൽ വമ്പിച്ച പാപാണെന്നർത്ഥം. അപ്പോൾ ഇതാണ് റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ വ ഇസ്റാഫനാ ഫീ അംരിനാ. ഇതൊക്കെ നമ്മൾ പ്രാർത്ഥിക്കണം. വസബ്ബിത് അഖ്ദാമനാ, റബ്ബേ ഞങ്ങളുടെ കാൽപാദങ്ങളെ നീ ഉറപ്പിച്ച് നിർത്തേണമേ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ ദീനിൽ, ആ ദീനിൽ ജീവിക്കണം, മുസ്ലിമായിട്ട് ജീവിക്കണം, മുഅ്മിനായിട്ട് ജീവിക്കണം, മുഅ്മിനായിട്ട് ഈമാനോടുകൂടെ മരണമടയണം. വസബ്ബിത് അഖ്ദാമനാ, ആരെന്ത് ചെയ്താലും, എന്ത് നമ്മളെ എങ്ങനെ ദ്രോഹിച്ചാലും അള്ളാന്റെ ദീനിൽ അടിയുറച്ച് നിൽക്കണം. വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ, സത്യനിഷേധികളായ ആളുകൾ, അവർക്കെതിരിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന്. മുസ്ലിം സമൂഹത്തെ ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന, മുസ്ലിം സമൂഹത്തെ എല്ലാ നിലക്കും ഉന്മൂലനം ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കെതിരിൽ റബ്ബേ നിന്റെ സഹായം ഞങ്ങൾക്ക് തരയണമേ എന്നാണ് ആ പ്രാർത്ഥനയുടെ അർത്ഥം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. റബ്ബന ഗ്ഫിർ ലനാ ദുനൂബനാ
വ ഇസ്റാഫനാ ഫീ അംരിനാ വസബ്ബിത് അഖ്ദാമനാ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഇതൊക്കെ നമുക്കറിയാവുന്നതാണ്. അതൊക്കെ ശരിയാക്കിയെടുക്കുക. അതിൻ്റെ അർത്ഥവും നിങ്ങൾക്ക് മനസ്സിലായി കാണും പ്രിയമുള്ളവരെ. കഴിഞ്ഞ ആഴ്ച ഞാൻ ഒരു പ്രാർത്ഥനയെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു. എപ്പോഴും നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള പ്രാർത്ഥന. എന്താണ് ആ പ്രാർത്ഥന? യൂനുസ് നബിയുടെ പ്രാർത്ഥന. യൂനുസ് നബിയുടെ പ്രാർത്ഥന, ആ യൂനുസ് നബിയുടെ പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്നുണ്ട്. സൂറത്തുൽ അംബിയായിലെ 87-ാമത്തെ ആയത്താണത്. അത് ആ പ്രാർത്ഥന എന്താ പറയുക? എന്താണ് അദ്ദേഹം പറയുന്നത്? ഫനാദാ ഫില്ലുലുമാത്ത്, അന്ധകാരങ്ങളിൽ വെച്ചിട്ട്, ഇരുട്ടറകളിൽ വെച്ചിട്ട് അദ്ദേഹം വിളിച്ച് പറയാണ്. ഫനാദാ, നാദാറിനെ വിളിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നല്ല ഉഷാറായി അദ്ദേഹം പ്രാർത്ഥിച്ചു. വേദന കൊണ്ട്, അദ്ദേഹത്തിൻ്റെ പ്രയാസം കൊണ്ട്, ആ വേദനയിൽ നിന്ന് അദ്ദേഹം പ്രാർത്ഥിക്കാം. ഫില്ലുലുമാത്ത്, അന്ധകാരങ്ങളിൽ. എന്താ അന്ധകാരങ്ങൾ? ഇരുട്ടറകൾ എന്ന് പറഞ്ഞാൽ തഫ്സീറിൽ കാണാം. ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ളുൽമതു ബത്നിൽ ഹൂത്ത്, ളുൽമതു ബത്നിൽ ഹൂത്ത്, മത്സ്യത്തിൻ്റെ വയറ്. അതെന്താ? ഒരു ഇരുട്ടറയാണ്. വലുൽമത്തുൽ ബഹർ, കടലിലാണ്. കടലിനകത്ത് മത്സ്യത്തിൻ്റെ വയറ്റിലാണ് അമ്പിയാക്കളിൽപ്പെട്ടൊരു നബി. നമ്മൾ മനസ്സിലാക്കണം. അപ്പം നമ്മുടെയൊക്കെ അവസ്ഥ എന്താ? ആ നബി എന്താ? മത്സ്യത്തിൻ്റെ വയറ് ഒരു ഇരുട്ടറ, സമുദ്രത്തിൻ്റെ ഇരുട്ട്, സമുദ്രത്തിൻ്റെ ആഴി, അതൊരു ഇരുട്ട്. വലുൽമത്തുൽ ലൈൽ, രാത്രിയാണ് ഇത് പ്രാർത്ഥിക്കണേ, രാത്രിയുടെ ഇരുട്ട്. ഇങ്ങനെയുള്ള എല്ലാ ഇരുട്ടുകൾ ഉള്ള ആ സമയത്ത് അദ്ദേഹം പ്രാർത്ഥിക്കുക. എന്താ പറയുന്നത്? ഫനാദാ ഫില്ലുലുമാത്ത്, അദ്ദേഹം പ്രാർത്ഥിക്കുകയാണ്. അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. അല്ലാ ഇലാഹ ഇല്ലാ അൻത, ലാ ഇലാഹ ഇല്ലാ അൻത, നീയല്ലാതെ ആരാധനക്കർഹനായിക്കൊണ്ട് മറ്റാരുമില്ല. സുബ്ഹാനക, നീ മഹാപരിശുദ്ധനാണ്. ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ഞാൻ അക്രമകാരികളിൽ പെട്ടുപോയിരിക്കുന്നു. എന്നിട്ട് ഈ പിന്നെ യൂനുസ് നബിയുടെ പ്രാർത്ഥനയെക്കുറിച്ച് സൂറത്ത് സ്വാഫാത്ത്, യാസീൻ്റെ തൊട്ട് ശേഷമുള്ള സൂറത്താ സ്വാഫാത്ത്, അതിൽ വെച്ച് പറയുന്നുണ്ട് ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബഹീൻ ലലബിസ ഫീ ബത്നിഹി ഇലാ യൗമി യുബഅസൂൻ. ഇതൊക്കെ ശ്രദ്ധിക്കണം. അദ്ദേഹം എങ്ങാനും തസ്ബീഹ് ചെയ്തിട്ടില്ല എങ്കിൽ അദ്ദേഹം ഖിയാമത്ത് നാൾ വരെ മത്സ്യത്തിൻ്റെ വയറ്റിൽ കിടക്കുമായിരുന്നു. സൂറത്ത് സ്വാഫാത്തിൽ പറയാം. അത് ഈ പ്രാർത്ഥനയിൽ എന്തുണ്ട്? സുബ്ഹാനക് എന്നുണ്ട്. അതാണ് ഫലൗല അന്നഹു കാന മിനൽ മുസബ്ബഹീൻ എന്ന് പറയുന്നത്, തസ്ബീഹ്. അപ്പോൾ പ്രിയമുള്ളവരെ, ആ പ്രാർത്ഥനയ്ക്ക് വലിയ മഹത്വമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ പ്രാർത്ഥനകളിൽ ഈ പ്രാർത്ഥന ഉണ്ട്. ഇതിനെക്കുറിച്ച് റസൂലുള്ളാഹിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലെ ഇത് യൂനുസ് നബിക്ക് മാത്രമാണോ? അപ്പോൾ റസൂലുള്ള പറഞ്ഞു, അത് യൂനുസ് നബിക്കും എല്ലാ മുസ്ലിങ്ങൾക്കുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകുക. അതോടൊപ്പം തന്നെ പ്രിയമുള്ളവരെ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയ എന്നുള്ള പ്രാർത്ഥന വളരെ പ്രധാനപ്പെട്ടതാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ച, ഇത് ഖുർആനിലെ ഹദീസിലെ പ്രാർത്ഥനയാണ്. ഖുർആനിൽ വേറെയും ഒരുപാട് പ്രാർത്ഥനകളുണ്ട്. നമ്മൾ സമയ ദൈർഘ്യം ഭയന്നുകൊണ്ട് നിർത്തുകയാണ്. ഇതെപ്പോഴാണെന്ന് അറിയുങ്ങൾ? മഹാനായ അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു. അബ്ബാസ് ആരാണ്? അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബ്, പ്രവാചകൻ്റെ പിതൃവീനാണ്, പിതാവിൻ്റെ സ്ഥാനത്തുള്ള ആളാണ്. അദ്ദേഹം വന്നിട്ട് റസൂലുള്ളാഹിനോട് ചോദിച്ചു. എന്താ ചോദിക്കുന്നത്? യാ റസൂലല്ലാഹ് അല്ലിംനി ഷൈഅൻ അസ്അലുഹുല്ലാ, അള്ളാഹിനോട് തേടാൻ എനിക്കൊരു പ്രാർത്ഥന പഠിപ്പിച്ചു തരും. അപ്പോൾ പറഞ്ഞു, എന്താ പറയുന്നത്? യാ അബ്ബാസ് യാ അമ്മ റസൂലില്ലാഹ് സലില്ലാഹ അൽ ആഫിയ ഫിദ് ദുനിയ വൽ ആഖിറ, നീ അള്ളാഹിനോട് അഫുവും ആഫിയത്തും തേടിക്കോ, ദുനിയാവിലും ആഖിറത്തിലും. അപ്പം എങ്ങനെ തേടേണ്ടത്? ഹദീസിൽ വന്നിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ അഫ്വ വൽ ആഫിയത ഫിദ് ദുനിയ വൽ ആഖിറ. അങ്ങനെ നമ്മൾ പ്രാർത്ഥിക്കുക. എന്താണ് അഫ്വ്, എന്താണ് ആഫിയ എന്ന് നമ്മൾ മനസ്സിലാക്കുക പ്രിയമുള്ള സഹോദരങ്ങളെ. അഫ്വ് എന്ന് പറഞ്ഞാൽ ബി അന്ന ദുആ ബിൽ ആഫിയ ലാ യുസാവിഹി ഷൈഉൻ മിനൽ അദിയതി വലാ യഖൂമു മഖാമഹു ഷൈഉൻ മിനൽ കലാം. ഈ പ്രാർത്ഥനയുടെ സ്ഥാനത്ത് നിൽക്കുന്ന മറ്റൊരു പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞാൽ ഇത് പ്രാർത്ഥനകളിൽ വെച്ച് നല്ലൊരു പ്രാർത്ഥനയെന്ന് അർത്ഥം. എന്താണ് അഫ്വ് എന്ന് പറഞ്ഞാൽ?
ആഫിയത്ത് വൽ ആഫിയത്തു ഹിയ ദിഫാഉല്ലാഹി അനിൽ അബ്ദ്. ആഫിയ എന്ന് പറഞ്ഞാലേ അള്ളാഹു നമ്മളെ സംരക്ഷിക്കുക, എല്ലാ ഷർറുകളിൽ നിന്നും, നമ്മളെ എല്ലാ പാപങ്ങളിൽ നിന്നൊക്കെ സംരക്ഷിക്കുക. അതിനാണ് ആഫിയത്ത്. രോഗങ്ങൾ, എല്ലാ സംഗതികളിൽ നിന്നും സംരക്ഷിക്കുന്നതിനാണ് ആഫിയത്ത് എന്ന് പറയുക. അതോടൊപ്പം അഫു എന്ന് പറഞ്ഞാലോ പ്രിയമുള്ളവരെ, മഅനൽ അഫു മഹ്വു ദംബ്, പാപങ്ങൾ മായ്ച്ചു കളയുക, അതാണ് അഫ്വ്. അപ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക അൽ അഫ്വ വൽ ആഫിയത ഫിദ്ദുനിയ വൽ ആഖിറ, ദുനിയാവിലും ആഖിറത്തിലും എന്ത് ചെയ്യണം? പാപങ്ങൾ പുറത്തു തരിക, പാപങ്ങൾ മായ്ച്ചു കളയുക, അതാണ് അഫ്വ്. ആഫിയത്തോ അസ്സലാമ മിനൽ അസ്ഖാമി വൽ ബലാ, രോഗങ്ങളിൽ നിന്ന്, എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഒരു മോചനം, ഇതാണ് ആഫിയത്ത്. അഫുവും ആഫിയത്തും ഇത് നമ്മൾ തേടുക. ഇങ്ങനെയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? അള്ളയും റസൂലും പഠിപ്പിച്ചത് പ്രത്യേകം നമ്മുടെ പ്രാർത്ഥനകളിൽ ഉണ്ടാകുക. നമുക്ക് സ്വന്തമായി നമ്മുടെ പ്രാർത്ഥനകൾ പറയാൻ വിരോധമല്ല, അള്ളാഹുവിനത് ഇഷ്ടമാണ്. പക്ഷേ മുൻഗണന എന്തിനു കൊടുക്കണം? വിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥനയ്ക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥനകൾക്ക്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇതുപോലെയുള്ള പ്രാർത്ഥനകളും കാര്യങ്ങളും പഠിച്ച് മനസ്സിലാക്കി മനഃപ്പാഠമാക്കി അള്ളാഹുവിനോട് നേർക്ക് നേരെ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്ന ആളുകളായി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിന അദാബന്നാർ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ വർഹംനാ യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു വസല്ലമ വബാറക അലാ നബിയിന മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പോകാം.